എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പാർട്ട് 43 ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 42 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എക്സൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മുതലേ തന്നെ പഠിച്ചു തുടങ്ങും. ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഓപ്ഷൻസ്, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് 6 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ എങ്ങനെയാണ് ഒരു ഡേറ്റാസ് നമുക്ക് കോപ്പി ചെയ്യുന്നത്. നമ്മൾ കോപ്പിയോ പേസ്റ്റോ കോപ്പി എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പി ചെയ്യോ പേസ്റ്റോ ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അതെങ്ങനെ കോപ്പി ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്ത് നമുക്ക് ഈ ബോർഡറിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ക്രോസ് പോലെ വരും. നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാം. അപ്പോൾ കോപ്പി പേസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഡേറ്റാസ് നമ്മൾ കോപ്പി ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം, അതായത് നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റാസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. അപ്പം നമ്മൾ കട്ട് പേസ്റ്റാണ് നമ്മൾ സാധാരണ കേസിൽ കൊടുക്കുന്നത്. അന്ന് കട്ട് പേസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഇതിൻ്റെ ബോർഡറിൽ വരുമ്പോൾ ഇതിൻ്റെ ക്രോസിന് സൈസ് കുറഞ്ഞിരിക്കും. അപ്പോൾ ബോർഡറിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റാസ് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്തു, നമുക്ക് മൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് ഇതിൻ്റെ ഹെഡിങ് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഹെഡിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അപ്പം നമുക്ക് അത്രയും ഡേറ്റാസ് ടൈപ്പ് ചെയ്യണം. അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോപ്പി പേസ്റ്റ് കൊടുക്കുക. കോപ്പി ചെയ്യുക, ഓരോന്ന് പേസ്റ്റ് എടുക്കുക. അപ്പം നെക്സ്റ്റ് പേജിൻ്റെ അടുത്തൊക്കെ എത്തുന്ന വരുത്തേക്കും പേസ്റ്റ് ചെയ്യും. നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ വരണതെന്ന് നോക്കാം. ഫയലിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് നമുക്ക് പേജ്, നമുക്കൊരു പേജിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പം നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ ഡേറ്റാസ് ബാലൻസ് നമുക്കിവിടെ കിടപ്പുണ്ടാവും. പക്ഷെ ഇവിടെ ഹെഡിങ് ഇല്ല. നമുക്ക് ഈ രണ്ട് പേജിലും നമുക്ക് ഹെഡിങ് ഉണ്ട്. ഫസ്റ്റ് പേജിൽ ഹെഡിങ് ഉണ്ട്. ഇതുപോലെ നമുക്ക് കുറേ ഡേറ്റാസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് പേജിലും കൂടി നമുക്ക് ഹെഡിങ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരണം. അത് വരാനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പേജ് ലേഔട്ട് മെനു എടുക്കുക, പ്രിൻ്റ് ടൈറ്റിൽസ് എടുക്കുക. പ്രിൻ്റ് ടൈറ്റിൽ റോ ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് ഉണ്ട്. അപ്പം നമ്മൾ സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഹെഡിങ്സ് നമുക്ക് സെലക്ഷൻ കൊടുക്കുക. ആ ഹെഡിങ്സിൻ്റെ അഡ്രസ്സാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. അതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂവിൽ ഫസ്റ്റ് ഇതിന് നമുക്ക് ഹെഡിങ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ആ നെക്സ്റ്റ് പേജിലും നമുക്ക് ഹെഡിങ് വന്നിട്ടുണ്ടാവും. അതാണ് നമുക്ക് റിപ്പീറ്റ് ഹെഡ് റോ എന്ന് പറയുന്നത്. അതാണ് തേർഡ്. ഇപ്പം റിപ്പീറ്റ് ഹെഡ് റോയ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഫോർത്ത് ഓപ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹൈലൈറ്റ് ബ്ലാങ്ക് സെല്ല്. എങ്ങനെയാണ് നമ്മൾ ബ്ലാങ്ക് സെല്ല് ഹൈലൈറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഇവിടെ ഇത് ബ്ലാങ്ക് ആയിട്ടുള്ള കുറേ സെല്ലുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പേജിലൊക്കെ നമ്മൾ കുറേ ഡേറ്റാസ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യൂസ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് ഫൈൻഡ് ചെയ്യുക, അതായത് നമുക്ക് ബ്ലാങ്ക് സെല്ല് ഫൈൻഡ് ചെയ്യാം. ബ്ലാങ്ക് സെല്ല് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സെലക്ഷൻ കൊടുക്കുക. നമുക്ക് ഹോം മെനു എടുക്കുക. ഹോം മെനുവിൽ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ നമുക്ക് ഗോ ടു ഉണ്ട്, അല്ലെങ്കിൽ ഗോ ടു സ്പെഷ്യൽ ഉണ്ട്. ഗോ ടു എടുക്കുവാണെങ്കിൽ ഇവിടെ സ്പെഷ്യൽ സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഗോ ടു സ്പെഷ്യൽ എടുത്താലും മതി. ഗോ ടു സ്പെഷ്യൽ അവിടെ നമുക്ക് ബ്ലാങ്ക് ഉണ്ട്. ഗോ ടു സ്പെഷ്യലിൽ ബ്ലാങ്ക് സെലക്ട് ചെയ്യുക. നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരും. നമുക്ക് വേറെ നമുക്ക് കളറൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കളറൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ ഹൈലൈറ്റ് ബ്ലാങ്ക് സെല്ലെന്ന് പറയുന്നത്. ഇനി ഈ ബ്ലാങ്ക് സെല്ലിൽ നമുക്ക് ഇതിൽ ഡേറ്റ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ 0 ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്ത് ഗോ ടു സ്പെഷ്യൽ എടുക്കുക, ബ്ലാങ്ക് എടുത്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ 0 ടൈപ്പ് ചെയ്യുക. 0 ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോളും എൻ്ററും കൂടി പ്രസ് ചെയ്യുക. കൺട്രോൾ എൻ്റർ. അപ്പം നമ്മൾ ബ്ലാങ്ക് സെല്ലിലെല്ലാം നമുക്ക് 0 വന്നിട്ടുണ്ടാവും. കൺട്രോളും
എൻ്റർ കൂടി നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്യണം. എൻ്റർ. ഇത് നമ്മൾ പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ എൻ്റർ. ഇപ്പം നമുക്ക് ഇവിടെ 0 മാത്രമല്ല, നമുക്ക് വേറെ ഏതൊരു വേർഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേർഡായിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു 50 എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് കൊടുക്കേണ്ടത് എങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എക്സൽ എന്തെങ്കിലും ഒരു വേർഡ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നമുക്ക് ഗോ ടു സ്പെഷ്യൽ എടുക്കുക, ബ്ലാങ്ക് എടുക്കുക, ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ 50 വാല്യൂ നമുക്ക് 50 ആണ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ 50. അതിനുശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ആ എല്ലാ ബ്ലാങ്ക് സെല്ലിലും നമുക്ക് വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഓട്ടോഫിൽ ബ്ലാങ്ക് സെല്ല് എന്ന് പറയുന്നത്. ഇനി ഇൻസേർട്ട് ബ്ലാങ്ക് റോ ആഫ്റ്റർ ഈച്ച് റോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എല്ലാ റോയ്ക്കും ഇടയ്ക്ക് നമുക്കൊരു ബ്ലാങ്ക് റോ ഡിസ്പ്ലേ ചെയ്ത് വരണം. സാധാരണ കേസിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് റോ വേണമെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുക. നമ്മൾ ഹോം മെനുവിൽ ഇൻസേർട്ട് ഉണ്ട്. ഇൻസേർട്ടിൽ ഷീറ്റ് റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ സെലക്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ റോസ് നമുക്ക് ഇൻസേർട്ട് ഇങ്ങനെ പല ടൈമിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സീരിയൽ നമ്പർ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് 1 2. നമ്മൾ 1 2 കൊടുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. 1 2 3 4 വന്നോളും. 7. നമ്മളിത് കോപ്പി ചെയ്യുക. കൺട്രോൾ C കൊടുക്കുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഈ സീരിയൽ നമ്പർ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ റോയ്ക്കും ഇടയ്ക്ക് നമുക്ക് ബ്ലാങ്ക് റോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പം നമ്മളിത് സെലക്ഷൻ കൊടുക്കുക, ഫുള്ള് സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റയിൽ നമുക്കിവിടെ അസെൻഡിങ് ഡിസെൻഡിങ് എടുക്കുന്നുണ്ട്. സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പാൻഡഡ് ദ സെലക്ഷൻ കൊടുക്കുക. നമ്മൾ സോർട്ട് ചെയ്യുക. ഓരോ റോയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് റോയ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതാണ് ഇതിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഹോമിനുള്ളിലെടുത്ത് ഇൻസേർട്ട് റോസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് നമുക്ക് 6 ട്രിക്സ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എക്സലിൻ്റെ 43 വീഡിയോസും ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.